ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വെച്ചാൽ ഒരു വി ഐ പിയും ഒരു സാധാരണക്കാരൻ തമ്മിലൊരു വ്യത്യാസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭക്തന്മാരാണ്. നമ്മളെല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. ഇപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ ഒരു വിവേചനത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്താ വെച്ചാൽ സംസാരിക്കാന്ന് വെച്ചാൽ നമ്മളൊരു വലിയൊരു അമ്പലത്തിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് പോയി പെട്ടെന്ന് തൊഴുതിട്ട് വരാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു വി ഐ പി ആണെങ്കിൽ നമുക്ക് അവൻ പോകുന്നു, ദൈവത്തെ കാണുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുന്നു. അവൻ്റെ മുമ്പിൽ നമ്മളെ പോലുള്ളവരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൽ ക്യൂ നിന്നിട്ടായിരിക്കും നമുക്ക് എന്താ പറയുക നമ്മൾ പ്രാർത്ഥിക്കാനോ കൈയിട്ട് കുമ്പിടാനോ പറ്റും. പക്ഷേ ഒരു പൈസ ഉണ്ടെങ്കിൽ ഒരു പൈസ അതൊരു വി ഐ പി ആണെങ്കിൽ നീ വി ഐ പി ആണോ, ഇതേ വന്നോ പ്രാർത്ഥിച്ച് തിരിച്ചു പോയിക്കോ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വെച്ചാൽ എന്താ പറയുക, ദൈവത്തിനും പണ വലുതെന്ന് നമുക്ക് ചിന്തിക്കാൻ വെച്ചാൽ എന്താ പറയുക, പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും. എന്തായാലും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നമുക്ക് പറയാൻ എന്താ പറയുക, ദൈവം പറയുന്നത് പണമില്ലവൻ വേഗം വന്നോ, പണമില്ലാത്തവൻ പതിയെ വന്നാൽ എന്നൊരു ചിന്തയല്ലേ. അപ്പോൾ ദൈവത്തിന് മുമ്പിലും പണം ഒരു ഇതാണ്. എന്തുകൊണ്ടായിരിക്കും വി ഐ പികൾക്ക് ഇത്ര വലിയ പരിഗണന? പക്ഷേ നമ്മളും ദൈവത്തെ കാണാൻ പോകുന്ന, അവരും ദൈവത്തെ കാണാം. പക്ഷേ ഇവരിപ്പോൾ വി ഐ പികൾക്ക് ഇത്ര പരിഗണന കിട്ടാൻ എന്തെങ്കിലും കാരണം എന്നാലോചിക്കുക. എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടാ. അല്ല, ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ പൂജാരിക്ക് എന്തെങ്കിലും പൈസ അധികം കിട്ടുന്നുണ്ടായിരിക്കണം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഇല്ലെങ്കിൽ നമ്മളും കൊടുക്കുന്ന പൈസ അവരും കൊടുക്കുന്ന പൈസ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യട്ടാ. ഓക്കെ.